ഹായ്, ഇന്നത്തെ വീഡിയോ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അറിവാട്ടോ. അപ്പോൾ പലർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടാവുക. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരിക. അപ്പോൾ ഞാൻ ചെയ്തു പോരുന്ന ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത് തുടങ്ങുന്നത് വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ. അപ്പോൾ തൈകൾ നമ്മൾ ഒന്നുകിൽ വീട്ടിൽ നമ്മൾ ചെയ്തെടുക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് തൈകൾ മേടിച്ച് നടുന്നവയാണ്. അപ്പോൾ കൂടുതലും നമ്മൾ വിത്തുകളിലാണല്ലോ ചെയ്യുന്നത്. വിത്തുകൾ നട്ട് വളർത്തി ആ തൈകൾ മാറ്റി നടുകയോ അല്ലെങ്കിൽ നേരിട്ട് വിത്തുകൾ പാകി മുളപ്പിക്കുന്നവയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വിത്തുകളുടെയും വലിപ്പത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അവ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും വ്യത്യാസമായിരിക്കും. വിത്തുകൾ നമ്മൾ കുതിർത്ത് നടുന്നവയുണ്ടാവാം, അല്ലെങ്കിൽ ചിലത് കുതിർക്കാണ്ട് തന്നെ നേരിട്ട് നടുന്നവയുണ്ടാവാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കുതിർത്ത് നടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വിത്തുകളാണ് കുതിർത്ത് നടുന്നത്, നേരിട്ട് മണ്ണിലേക്ക് നടുന്നത്, അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഓരോ വിത്തുകളും ഓരോ ഷേപ്പാണ്. വലിപ്പം കുറഞ്ഞവയുണ്ട്, വലിപ്പം കൂടിയവയുണ്ട്. അപ്പോൾ നമ്മൾ നടുന്ന രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ വിത്തുകൾ ഒന്നുപോലും പാഴായി പോകാണ്ട് നമുക്ക് എല്ലാ വിത്തുകളും മുളപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ വിത്തുകളായ ചീരയിൽ നിന്നും തുടങ്ങാം. അപ്പോൾ ചീര പാകുന്ന വിധം പലർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചീര പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുക്കിയ മണ്ണിലേക്ക് ചീര പാകുന്നതിനൊപ്പം മഞ്ഞൾപ്പൊടിയോ പഞ്ചസാരയോ റവയോ കൂടി ചേർത്ത് പാകുക. അതെന്തിനാന്ന് വെച്ചാൽ ചീര കട്ടെടുക്കുന്ന ഉറുമ്പുകളുണ്ട്. അപ്പോൾ ഉറുമ്പുകൾ ഈ ചീരയിലേക്ക് ആകർഷിക്കാതെ റവയോ പഞ്ചസാരയോ അവരെടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീരയോടൊപ്പം റവയോ പഞ്ചസാരയോ കൂടി ചേർത്ത് പാകുന്നത്. ഈ പടവലം, പാവൽ, മത്തൻ, ചുരയ്ക്ക തുടങ്ങിയ പുറം കവചം, ഈ വിത്തുകളുടെ പുറം കവചം വളരെ കട്ടി കൂടിയതാണ്. അപ്പോൾ ഇവയ്ക്ക് നമ്മൾ കുതിർക്കാനായിട്ട് ഒരു 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ഒരു ഓവർനൈറ്റ് കുതിർത്ത് നമ്മൾ നേരിട്ട്, പിന്നെ അത് നമ്മൾ കുതിർത്ത ശേഷം ഈ ചീരയൊക്കെ പാകി മാറ്റി നടുന്നത് പോലെ അല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുക്കിയ പോട്ടിലോ നിലത്തോ എവിടെയാണെന്ന് വെച്ചാൽ 1 or 2 വിത്തുകൾ, ഇപ്പോൾ വിത്തുകൾ 2 എണ്ണം വെച്ച് നടുന്നതാവും നല്ലത്. അത് അങ്ങനെ നടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മുളച്ച് വരുന്ന 2 തൈകളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ നല്ല ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളത് മാത്രം നിലനിർത്തിയ ശേഷം ആരോഗ്യമില്ലാത്തതിനെ നമുക്ക് നശിപ്പിച്ച് കളയാം. അപ്പോൾ പടവലം, പാവൽ, മത്തൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞത് ഒരു 12 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം അത് മണ്ണിലേക്ക് നടാനായിട്ട് ശ്രദ്ധിക്കും. ഇനി നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്ന ഈ വെണ്ട, വെള്ളരി വർഗ്ഗങ്ങൾ, പയർ തുടങ്ങിയവയൊക്കെ ഉണ്ടല്ലോ, അവയുടെ വിത്തുകൾ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തതിന് ശേഷം ഇപ്പോൾ ഒരു കിഴി കെട്ടി മുളപ്പ് വന്നതിന് ശേഷം മണ്ണിലേക്ക് മാറ്റി നടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് മണ്ണിലേക്ക് മാറ്റി നടുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് മേടിക്കുന്ന ഹൈബ്രിഡ് വിത്തുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ അവർ ഫംഗിസൈഡിൽ കവേർഡ് ആയിരിക്കും. ഇപ്പോൾ ഫംഗിസൈഡിൽ കവേർഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡിൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 2% വീര്യമുള്ള സ്യൂഡോമോണസ് ലൈനി പോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡിൽ കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഫംഗസ് ഒന്നും ബാധിക്കാണ്ട് നല്ല കരുത്തോടെ തൈകൾ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു വീട്ടിലേക്ക് നമുക്കറിയാം, അടുക്കളയിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 10 മുതൽ 10-12 പച്ചമുളകൊക്കെ നമുക്ക് ഡെയിലി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പച്ചമുളക് കുറഞ്ഞത് ഒരു വീട്ടിലൊരു പച്ചമുളകെങ്കിലും കൃഷി ചെയ്തിരിക്കണം കേട്ടോ. പച്ചമുളകിൻ്റെ ചെടി നട്ടുപിടിപ്പിക്കുക. അപ്പോൾ പച്ചമുളകിലൊക്കെ ഭയങ്കര രാസകീടനാശിനികൾ, ഒത്തിരി വിഷാംശമൊക്കെ കലർന്നു വരുന്നു എന്നൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ പച്ചമുളക്, വഴുതന, തക്കാളി തുടങ്ങിയവയുടെ വിത്തുകൾ നടുമ്പോൾ ഒരു ഇത്രയും ചെറിയ വിത്തുകളായതുകൊണ്ട് അത് കുതിർത്ത് നടേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നുകിൽ നമുക്ക് പ്രോട്രേ പോലുള്ള എന്തെങ്കിലും മാധ്യമത്തിൽ നട്ടതിന് ശേഷം തൈകൾ മുളപ്പിച്ച് മാറ്റി നടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് 1 or 2 വിത്തുകൾ ചെറിയ ചട്ടികളിലോ എന്തിലേലും നട്ടതിന് ശേഷം നമുക്ക് വളർത്തിയെടുക്കാം. സാധാരണ ചെയ്യുക എന്ന് വെച്ചാൽ പ്രോട്രേ പോലെയുള്ള എന്തിലേലും ഈ തക്കാളി, മുളക്, വഴുതനയൊക്കെ ഒന്നിച്ച് നട്ടതിന് ശേഷം അവർ മാറ്റി നടുകയാണ് ചെയ്യാറ്. ഞാൻ വിത്ത് മുളപ്പിക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വിത്തുകളുടെ വലിപ്പത്തിനും കുതിർക്കേണ്ട സമയമൊക്കെ അനുസരിച്ച് വിത്തുകൾ കുതിർത്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു 2 കിച്ചൺ ടിഷ്യൂ എടുക്കാം. ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ്. തീരെ തിന്നൊക്കെ ആണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് ഞാൻ 2 എണ്ണമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിന് ഒന്ന് നനച്ചെടുക്കുക, നമ്മൾ സ്പ്രെയർ പോലെ, അല്ലെങ്കിൽ വെള്ളം ഒന്ന് ഉടഞ്ഞാലും മതി, ഇതൊന്ന് സ്പ്രെഡ് ആയിക്കോളും. വെച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത വിത്തുകൾ ഇതിനുള്ളിലേക്ക് കവർ ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു പാത്രത്തിലോ എന്തിലേലും വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ദിവസം നമ്മളിപ്പോൾ ഇന്നലെ രാത്രിയാണ് വെള്ളത്തിൽ കുതിർക്കാനിട്ടതെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം ഒന്ന് ഇപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ഇത് വെള്ളരിയൊക്കെ ആണെങ്കിൽ ചെറിയ മുളപ്പ് വന്നിട്ടുണ്ടാവും. ആ മുളപ്പ് നമ്മളെ മണ്ണിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന വിധം, അത് മുളപ്പെന്ന് പറയുന്ന അതിൻ്റെ വേരാണ്. അപ്പോൾ ആ മണ്ണിൽ കീഴ്ഭാഗത്തേക്ക് വരുന്ന വിധം ഒരു ഇത്ര അളവിലെ നമ്മളൊരു ചെറിയൊരു കുഴി കൊത്തുക, അതിലിടുക, ഒരല്പം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ മിക്കവാറും 3-ാമത്തെ ദിവസം അതിൻ്റെ മുളപ്പ് മണ്ണിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി വിത്ത് സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് വിത്ത് കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന വിത്തുകൾ, ഇപ്പോൾ നമുക്ക് കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തെ അന്തരീക്ഷത്തിൽ വെക്കാണ്ട് ഏതെങ്കിലും ഇപ്പോൾ ചെറിയൊരു കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സിപ്ലോക്ക് ബാഗുകൾ കിട്ടും, അതിൽ കവർ ചെയ്യുകയോ ചെയ്തിട്ട് ഓരോ പ്ലാസ്റ്റിക് ടിന്നിലാക്കി നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറുണ്ടല്ലോ, ഫ്രീസർ അല്ല ഫ്രിഡ്ജ്, താഴത്തെ ഡോറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 വർഷം അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ കൂടുതലും വിത്തുകൾ കേടുവരാണ്ട് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഇതുവരെയും ചെയ്തു പോരുന്ന രീതികളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിലും നല്ല രീതിക്ക് ചെയ്യുന്നതുണ്ടാവാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എനിക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.